ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അദ്ധ്യായം 26. അതിനുശേഷം സീഫ്യർ ഗിബെയയിൽ ശൌലിന്റെ അടുക്കൽ വന്നു, ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൌൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. യിസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്തിരുന്ന 3000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശൌൽ മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല കുന്നിൽ വഴിയരികെ പാളയമിറങ്ങി. ദാവീദ് മരുഭൂമിയിൽ താമസിച്ചു. ശൌൽ തന്നെ തേടി മരുഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് ദാവീദ് ചാരന്മാരെ അയച്ച് ശൌൽ വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞ് ദാവീദ് എഴുന്നേറ്റ് ശൌൽ പാളയം ഇറങ്ങിയിരുന്ന സ്ഥലത്ത് ചെന്നു. ശൌലും അവന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേരും കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടു. ശൌൽ പാളയത്തിന് നടുവിൽ കിടന്നുറങ്ങി. പടജ്ജനം അവന്റെ ചുറ്റും പാളയമിറങ്ങിയിരുന്നു. ദാവീദ് ഹിത്യനായ അഹീമേലെക്കിനോടും സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീശായിയോടും പാളയത്തിൽ ശൌലിന്റെ അടുക്കലേക്ക് ആര് എന്നോടുകൂടെ പോരും എന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് കൂടെ വരാം എന്ന് അബീശായി പറഞ്ഞു. ഇങ്ങനെ ദാവീദും അബീശായും രാത്രിയിൽ പടജ്ജനത്തിന്റെ അടുക്കൽ ചെന്നു. ശൌൽ പാളയത്തിന് നടുവിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവന്റെ കുന്തം അവന്റെ തലയുടെ അരികിൽ നിലത്ത് കുത്തി നിർത്തിയിരുന്നു. അബ്നേരും പടജ്ജനവും അവന് ചുറ്റും കിടന്നിരുന്നു. അബീശായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏല്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തംകൊണ്ട് ഒറ്റ കുത്തിന് നിലത്തോട് ചേർത്ത് തറയ്ക്കട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബീശായിയോട്, അവനെ നശിപ്പിക്കരുത്. യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചാൽ ആരും ശിക്ഷ അനുഭവിക്കാതെ പോകുകയില്ല എന്ന് പറഞ്ഞു. യഹോവയാണ, യഹോവ അവനെ സംഹരിക്കും. അല്ലെങ്കിൽ അവൻ മരിക്കുവാനുള്ള ദിവസം വരും, അല്ലെങ്കിൽ അവൻ പടയ്ക്കു ചെന്ന് നശിക്കും. ഞാൻ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെക്കുവാൻ യഹോവ ഇടയാക്കരുതേ. എങ്കിലും അവന്റെ തലയുടെ അടുക്കലുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊൾക, നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൌലിന്റെ തലയുടെ അടുക്കൽ നിന്ന് എടുത്ത് അവർ പോകുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവർ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. യഹോവയാൽ ഗാഢനിദ്ര അവരുടെ മേൽ വീണിരുന്നു. ദാവീദ് അപ്പുറം കടന്നുചെന്ന് ദൂരത്ത് ഒരു മലമുകളിൽ നിന്നു. അവർക്ക് മദ്ധ്യേ ആവശ്യത്തിന് അകലമുണ്ടായിരുന്നു. ദാവീദ് ജനത്തോടും നേരിന്റെ മകനായ അബ്നേരിനോടും, അബ്നേരേ, നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് അബ്നേർ, രാജസന്നിധിയിൽ കൂകുന്ന നീ ആര് എന്ന് അങ്ങോട്ട് ചോദിച്ചു. ദാവീദ് അബ്നേരിനോട്, നീ ഒരു പുരുഷനല്ലയോ? യിസ്രായേലിൽ നിനക്ക് തുല്യൻ ആരുണ്ട്? അങ്ങനെയിരിക്കെ നിന്റെ യജമാനനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്നത് എന്ത്? നിന്റെ യജമാനനായ രാജാവിനെ നശിപ്പിക്കുവാൻ ജനത്തിൽ ഒരുവൻ അവിടെ വന്നിരുന്നുവല്ലോ. നീ ചെയ്ത കാര്യം നന്നായില്ല. യഹോവയുടെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനനെ കാത്തുകൊള്ളാതിരുന്നതിനാൽ യഹോവയാണ, നിങ്ങൾ മരണയോഗ്യരാകുന്നു. രാജാവിന്റെ കുന്തവും അവന്റെ തലയുടെ അടുക്കലിരുന്ന ജലപാത്രവും എവിടെ എന്ന് നോക്കുക. അപ്പോൾ ശൌൽ ദാവീദിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദ്, എന്റെ ശബ്ദം തന്നെ യജമാനനായ രാജാവേ എന്ന് പറഞ്ഞു. യജമാനൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിന്? അടിയൻ എന്തു ചെയ്തു? അടിയന്റെ പക്കൽ എന്ത് ദോഷമാണുള്ളത്? അതുകൊണ്ട് യജമാനനായ രാജാവ് അടിയന്റെ വാക്ക് കേൾക്കണമേ. തിരുമേനിയെ അടിയനെതിരായി വിട്ടിരിക്കുന്നത് യഹോവയാകുന്നു എങ്കിൽ അവൻ ഒരു വഴിപാട് സ്വീകരിച്ച് പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യർ എങ്കിലോ അവർ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. യഹോവയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകത്തക്കവിധം നീ പോയി അന്യദൈവങ്ങളെ സേവിക്ക എന്ന് പറഞ്ഞു. അവർ എന്നെ ഇന്ന് പുറത്ത് തള്ളിയിരിക്കുന്നു. എന്റെ രക്തം യഹോവയുടെ മുമ്പാകെ നിലത്ത് വീഴരുതേ. ഒരുവൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നതുപോലെ യിസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തെരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. അതിന് ശൌൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എന്റെ മകനെ ദാവീദേ, മടങ്ങിവരിക. എന്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഞാൻ ഭോഷത്തം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഉത്തരം പറഞ്ഞത്, രാജാവേ, കുന്തമിതാ, ബാല്യക്കാരിൽ ഒരുവൻ വന്ന് കൊണ്ടുപോകട്ടെ. യഹോവ ഓരോരുത്തനും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും തക്കവിധം പകരം നൽകട്ടെ. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏല്പിച്ചു. എങ്കിലും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എന്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശൌൽ ദാവീദിനോട്,
എന്റെ മകനേ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ വഴിക്കുപോയി ശൌലും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി.